ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു P4 ഫിസിക്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് ചാപ്റ്റർ ഇലക്ട്രിസിറ്റി ആണ്. സോ ലെറ്റ് us check what are the important topics in this chapter. The first topic is what is charge, properties of charge, what is electricity, electric potential difference, Ohm's law, resistance, electric circuit, combination of resistances. സോ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ചാർജ്. എന്താണ് ചാർജ്? അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി എന്താണ് എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ അതിന് മുൻപ് എന്താണ് ഇലക്ട്രിക് ചാർജ്? ദാറ്റ് വി ഹാവ് ടു നോ. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. വാട്ട് ഈസ് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഈസ് എ ബേസിക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് അതർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അതായത് നമുക്കറിയാം ആറ്റത്തിനുള്ളിലുള്ള 3 കണങ്ങളാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇവയിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺസ്. അതുപോലെ തന്നെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺസ്. ഓക്കെ, സോ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ പ്രോട്ടോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺസ്, ആൻഡ് ദോസ് ഹു ഹാവ് no charge they are called as neutrons. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും. ഓക്കെ, സോ ദിസ് മേക്സ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ടു സ്റ്റിക്ക് ടുഗദർ ടു ഫോം ആറ്റംസ്. Then we know that same charge repels and unlike charge attract each other. If two positive charges are coming close to each other, they will repel. If two negative charges are coming close to each other, they will repel. But a positive charge and a negative charge, they will attract each other. Okay, so this was discovered by Charles Augustin D. Coulomb. ചാർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ആണ്. They will attract and repel these things. These all are explained by the famous scientist Charles Augustin D. Coulomb. ഓക്കെ, ഇനി നമുക്ക് എത്ര ടൈപ്പ് ചാർജാണുള്ളതെന്ന് നോക്കാം. ചാർജസ് ആർ ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുള്ള ചാർജസ് ആണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ ചാർജിനെ റെപ്രസെൻ്റ് സാധാരണ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റീസിനും ഒരു യൂണിറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ലെങ്ത്ത് മെഷർ ചെയ്യുന്ന മീറ്ററിലാണ്, ഏരിയ മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ ചാർജിനെ മെഷർ ചെയ്യുന്നതിന് നമുക്കൊരു യൂണിറ്റ് ആവശ്യമായിട്ടുണ്ട്. സോ ദ യൂണിറ്റ് വിച്ച് വി ആർ യൂസിങ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക് ചാർജ് ഈസ് Coulomb. The scientist's name is related with this. So we are using the capital letter C for denoting the unit Coulomb. ഇനി 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതായത് ഗ്ലാസ് റോഡിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൽ ഫോം ചെയ്യുന്നു. അത് കാരണം അവിടെ അട്രാക്ഷൻ സംഭവിക്കുന്നതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചാർജ് ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഡിവൈസാണ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ അതിൻ്റെ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൽ നമ്മൾ ഈ ചാർജ് ചെയ്ത ഗ്ലാസ് റോഡിനെയോ അല്ലെങ്കിൽ ഒരു റീഫില്ലോ എന്തെങ്കിലും ടച്ച് ചെയ്യുന്ന സമയത്ത് സെയിം ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിന് അറ്റത്ത് കണക്ട് ചെയ്തിട്ടുള്ള അലുമിനിയം ഫോയിൽ റിപ്പൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ യൂസ്. ഇനി എന്തുകൊണ്ടാണ് അലുമിനിയം ഫോയിൽ റിപ്പൽ ചെയ്യാനുള്ള കാരണം? അതായത് ഗ്ലാസ് റോഡിനെ നമ്മൾ സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫോം ചെയ്യുന്ന പോസിറ്റീവ് ചാർജ് തന്നെയാണ് 2 അലുമിനിയം ഫോയിലിൽ കൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഇലക്ട്രോസ്കോപ്പിൻ്റെ കണ്ടക്ടർ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ചാർജ് കണ്ടക്ടറിൽ കൂടി താഴേക്ക് വന്നതിന് ശേഷം 2 അലുമിനിയം ഫോയിലിൽ കൂടെയും പാസ് ചെയ്യുന്നു. അപ്പോൾ സെയിം ചാർജാണ് 2ൽ കൂടെ പോകുന്നത്. അത് കാരണം ആണ് ഇവിടെ റിപ്പൽഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ 2 രീതിയിലുള്ള ചാർജസ് ആണുള്ളതെന്ന് പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവ് ചാർജും. ഇതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് സാധാരണയായി നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇലക്ട്രിസിറ്റി ത്രൂ എ കണ്ടക്ടർ. So we can represent electric current by the letter I. Electric current is representing by the letter I.
സോ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എത്രത്തോളം ചാർജാണോ ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുന്നത് അതിൻ്റെ അളവ്. Okay, the particular amount of charge passing through a conductor in a particular time. So we can say it is charge per unit time flowing through a conductor. That is called as electric current. So it is representing by the letter I, and its SI unit is ampere. Okay, its SI unit is ampere. Current is measuring using the unit ampere. So once again, electric current is flow of charge per unit time. Then it is representing by the letter I. So SI unit of electric current is ampere. We can represent 1 ampere is equal to 1 coulomb per second because current is equal to charge by time. Okay, so we have to give the units of charge and time, SI units. Then we will get 1 coulomb by 1 second. Okay, so it is reading as 1 coulomb per second. Now, the important point is direction is opposite to the flow of electrons. That means കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണോ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡ്, ദെൻ ദ കറൻറ്റ് ഡയറക്ഷൻ വി വിൽ ടേക്ക് ആസ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. That means towards right side. Okay, so this is very very important topic or important point. That means the direction of electric current will be always opposite to the direction of electrons. It is measured by a device called ammeter. Electric current measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന device ആണ് ammeter. It is connecting always in series in a circuit. Okay, so we will study later about series and parallel connection. So in a circuit, how we have to connect the ammeter? It should be connected in series. Okay, ഒരു സർക്യൂട്ടിൽ എപ്പോഴും സീരീസ് കണക്ഷൻ, അതായത് എൻഡ് ടു എൻഡ് കണക്ഷൻ, ഒരു വയറിൻ്റെ എൻഡ് ടു സീരീസ് ammeter, then to other end to other device like that. It is called a series connection. Okay. ഇപ്പോൾ നമ്മൾ കണ്ടു അമ്മീറ്ററിൻ്റെ യൂസ് എന്ന് പറയുന്നത് കറൻറ്റ് മെഷർ ചെയ്യാനാണ്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? എപ്പോഴും സീരീസ് കണക്ഷൻ ആയിരിക്കണം. ഇനി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾക്ക് സാധാരണയായി നമ്മൾ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്വിച്ച് ഉപയോഗിക്കാറുണ്ട്. സ്വിച്ചിൻ്റെ കണക്ഷൻ ഇല്ലെങ്കിൽ, അതായത് സ്വിച്ച് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൂടി ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് എല്ലാ സമയത്തും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ചാർജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറൻറ്റ് കടത്തി വിടേണ്ടത് ആ സമയത്ത് മാത്രം നമുക്ക് അത് അലോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. എന്താണ് സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ നോക്കാം. എ സ്വിച്ച് പ്രൊവൈഡ്സ് എ കണ്ടക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ എ സെൽ ആൻഡ് ദി ബൾബ്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ സെൽ ആൻഡ് ദി ബൾബ്. സെല്ലിലുള്ള ചാർജിനെ ബൾബിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത് ഫങ്ഷൻ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്പൺ സ്വിച്ചാണ് ഫസ്റ്റ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് സർക്യൂട്ട് എന്തായിരിക്കില്ല, ക്ലോസ്ഡ് അല്ല. അതായത് ഓപ്പൺ സർക്യൂട്ടിനെയാണ് ഫസ്റ്റ് ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാലറിയാം ഇത് ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ്. ഇഫ് യു ക്ലോസ് ദ സ്വിച്ച് ദ കറൻറ്റ് വിൽ പാസ് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ എങ്ങനെയുള്ള സ്വിച്ച് ആയിരിക്കണം അവിടെ വരയ്ക്കേണ്ടത്? സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. So we can say in an electric circuit the charges are always quantized. That means if the number of electrons are increasing, the charge also will be increasing according to that. ഓക്കെ, അതായത് എത്ര ഇലക്ട്രോൺസ് ആണോ ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ഫോം ചെയ്യുന്ന ചാർജിൻ്റെ അളവും കൂടും. Where this equation we can see Q is equal to N into E. That is the relationship between number of electrons, charge of one electron, and Q is representing letter for electric charge, total charge flowing through the circuit. So how to find out that? By using the equation Q is equal to N into E, we can find out the value of total charge. N represents the number of electrons and E represents the charge of one electron. Okay, we know that the charge of one electron is 1.6 into 10 raised to minus 19 coulomb.
ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പോണൻറ്റ്സ് ആൻഡ് സിംബൽസ്. നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് സം ഇലക്ട്രിക് സിംബൽസ് ഫോർ representing symbols we will use for drawing the circuit diagram. Okay, so to represent an electric cell we can use a symbol which is given here like this. So നമുക്ക് കാണാം ഒരു ലാർജ് ലൈനും ഒരു സ്മോൾ ലൈനുമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓൾവേസ് ദ ലാർജ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആൻഡ് സ്മോളർ ലൈൻ റെപ്രസെൻറ്റ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ടെർമിനലും മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഒരു സെൽ എന്നാണ്, ഒരു ഇലക്ട്രിക് സെൽ. ഇനി എന്താണ് ഒരു ബാറ്ററി? എ ബാറ്ററി ഓർ എ കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾ നമ്മൾ വരച്ച് കാണിക്കണം. അതായത് ഒരു പോസിറ്റീവ് നെഗറ്റീവ്, അഗെയിൻ വൺ പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ ഒരു സൈഡിൽ പോസിറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നെഗറ്റീവ്, അതായത് വൺ പോസിറ്റീവ് ടെർമിനലും നെക്സ്റ്റ് സൈഡിൽ നെഗറ്റീവ് ടെർമിനലും വരുന്ന രീതിയിൽ വേണം സിമ്പൽ വരയ്ക്കാൻ. ഇനി അടുത്തത് പ്ലഗ് കീ ഓർ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ ഡോട്ട് ഉള്ളിൽ ഇല്ലാത്തതാണ് ഓപ്പൺ സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഒരു ഡോട്ട് വരുന്ന രീതിയിലാണ് കാണിക്കേണ്ടത്. ഇനി എ വയർ ജോയിൻറ്റ് യു ക്യാൻ സീ ലൈക്ക് ദിസ്. ദെൻ വയേഴ്സ് വിത്തൗട്ട് ക്രോസിംഗ് വിത്തൗട്ട് ജോയിനിങ്, ദാറ്റ് ഈസ് ഓൾസോ യൂസ് ദ സിമ്പിൾ ഗിവൺ ഹിയർ. ഇനി ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ സിമ്പിൾ നോക്കുക. റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ദ ഓപ്പോസിങ് പവർ, അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യാനുള്ള കഴിവാണ്. എന്തിനെയാണ് ഓപ്പോസ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിൽ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറൻറ്റിനെയാണ്. അപ്പോൾ എത്ര ഓപ്പോസിങ് പവർ, എത്ര റെസിസ്റ്റൻസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് പാസ് ചെയ്ത് പോകുന്ന കറൻറ്റിൻ്റെ അളവ് നമുക്ക് വ്യത്യാസപ്പെടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് വിചാരിക്കുക, ഓപ്പോസിങ് പവർ ഈസ് ഹൈ, ദ റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ. ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് കറൻറ്റ് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട് ഈസ് ലെസ്. Okay, opposing power is high, that means resistance is very high, so current which is passing through that circuit will be less. Now the opposite case, if the resistance is less power only, less resistance only, then the amount of current passing through the circuit will be very high. Okay, now എന്താണ് വേരിയബിൾ റെസിസ്റ്റൻസ്? ഈ റെസിസ്റ്റൻസിനെ നമുക്ക് വേരി ചെയ്യാം, വിച്ച് അവർ അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തിനാണ് റെസിസ്റ്റൻസ് മാറുമ്പോൾ എന്ത് മാറും? കറൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. കറൻറ്റിൻ്റെ അളവ് എത്ര നമുക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഒരു സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. Okay, to vary the current in the circuit we are using variable resistance or rheostat. Next one, ammeter. നമ്മളിപ്പോൾ പഠിച്ചതാണ്, കറൻറ്റ് മെഷർ ചെയ്യുന്നതിനുള്ള ഡിവൈസാണ് അമ്മീറ്റർ. അതുപോലെ വോൾട്ട് മീറ്റർ, ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ സർക്യൂട്ട് സിമ്പിൾസൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച അതേ സിമ്പിൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കുക, ബൾബ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അമ്മീറ്റർ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അമ്മീറ്റർ. നമ്മൾ പറഞ്ഞു അമ്മീറ്റർ എപ്പോഴും എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഒരു സർക്യൂട്ടിൽ സീരീസ് കണക്ഷനാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ബൾബിൽ നിന്ന് ഒരു വയർ എടുത്ത് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതേ വയറിൻ്റെ അതായത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് അമ്മീറ്റർ, അതാണ് അതേ വയറിൻ്റെ രണ്ടാമത്തെ ഭാഗം കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് എൻഡ് ടു എൻഡ് കണക്ഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സീരീസ് കണക്ഷൻ. ഇനി അതിൽ നിന്ന് ഒരു കീ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ആൻഡ് പോസിറ്റീവ് ടെർമിനൽ ടു അതർ സൈഡ് ഓഫ് ദി bulb or to the bulb. Okay, so the circuit is completed. Here we are using a key which is closed, so the current will pass through the circuit. ഇനി ഏതാണ് കറൻറ്റിൻ്റെ ഡയറക്ഷനായി എടുക്കുന്നത്? എപ്പോഴും പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി, അതാണ് കറൻറ്റിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾസാണ് ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, നമ്മൾ ഇത്രയും പഠിച്ച ഭാഗത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Q is equal to N into E, അതായത് ചാർജ് കാണാനുള്ള ഇക്വേഷൻ. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. And another equation, I is equal to Q by T. That means electric current is equal to charge per unit time. Then which are the important units? Charge in the unit coulomb ആണ്, current ampere. Then 1
ampere, we can say like this: 1 ampere is equal to 1 coulomb per second. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് കുറച്ച് സിമ്പിൾസ് നമ്മൾ പഠിച്ചിരുന്നു, ഓരോ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന കോമ്പണൻസ്, അതിൻ്റെ സിമ്പിൾസും. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ പിക്ചർ നമുക്കൊന്ന് കാണാം. ഇലക്ട്രിക് സെൽ, ദെൻ റെസിസ്റ്റേഴ്സ്, കണക്റ്റിംഗ് വയേഴ്സ്, ഇലക്ട്രിക് ബൾബ്, റിയോസ്റ്റാറ്റ് ഓർ വേരിയബിൾ റെസിസ്റ്റൻസ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറൻറ്റിൻ്റെ വാല്യൂ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇത് പ്ലഗ് കീ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആണ്. വോൾട്ട് മീറ്റർ, ഇറ്റ് ഈസ് യൂസിങ് ഫോർ മെഷറിംഗ് ദ വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട്. അമ്മീറ്റർ, ഫസ്റ്റ് വൺ അമ്മീറ്റർ എ ആംപിയർ, നെക്സ്റ്റ് വൺ മില്ലി അമ്മീറ്റർ ആണ്, അതായത് സ്മോൾ എമൗണ്ട് ഓഫ് കറൻറ്റ് വി ക്യാൻ മെഷർ യൂസിങ് ദിസ്. സോ ദിസ് ഈസ് യൂസിങ് ഫോർ മെഷറിംഗ് ഇലക്ട്രിക് കറൻറ്റ് ഇൻ എ സർക്യൂട്ട്. So I hope you have understood the topic. So any doubt you can comment here, and also please subscribe. Then in the next video I will upload the remaining portions of this chapter. Thank you.